പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കാസർഗോഡ് നഗരത്തിൽ പുലികൾ ഇറങ്ങി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ക്ഷേത്രങ്ങളിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുലികൾ എത്തിയത്. പുലിപ്പുറത്ത് ദേവി എഴുന്നള്ളി അസുരന്മാരെ നിഗ്രഹിച്ചുവെന്നാണ് വിശ്വാസം. സാധാരണ കണ്ടുവരുന്ന പുലികളിൽ നിന്ന് വിഭിന്നമാണ് കാസർകോട്ടെ നവരാത്രി പുലികളി. കറുത്തതും മഞ്ഞയും നിറത്തിലുള്ള ചായം പൂശിയാണ് പുലികൾ ഇറങ്ങുന്നത്. ഒപ്പം അഭ്യാസ പ്രകടനവും. പുലിപ്പുറത്തേറി ദേവി അസുര നിഗ്രഹം നടത്തിയെന്ന വിശ്വാസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്ഷേത്രങ്ങളിലെ പുലികളി. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. 10 ദിവസം പുലിവേഷം കെട്ടിയിട്ടുള്ളൊരു കളി, ബാക്കി ദൈവത്തിൻ്റെ വേഷങ്ങൾ, ഹിന്ദു ദൈവങ്ങളുടെ വേഷം കെട്ടിയിട്ടുള്ള കളിയും എല്ലാം ഉണ്ടാവും. തൃശ്ശൂർ സൈഡുള്ളൊരു പുലിൻ്റെ ആ ഒരു ഇതല്ല, ഇവിടെ വേറെ തന്നെ ഒരു ടൈപ്പാണ്. ഇവിടെ ഈ ഒന്നാമത് കർണാടകയായിട്ടൊരു ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇതാണ്, അവിടുത്തെ ഒരു രീതിയാണ് ഇവിടെ ഏകദേശം എല്ലാത്തിനും പിന്തുടരുന്നത്. കൃത്യമായ വ്രതാനുഷ്ഠാനത്തോടെയാണ് പുലിവേഷം അണിയുന്നത്. ചിലർ നേർച്ചയായും പുലിവേഷം അണിയാറുണ്ട്. പെൺകുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. 11 ദിവസം വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ആ വ്രതം വെച്ചിട്ടാണ് ചില ആളുകൾ. പിന്നെ ലാസ്റ്റ് അത് നമ്മളിവിടെ ഒരു കട്ടുണ്ട്, വെടിക്കെട്ട. ആ വെടിക്കെട്ടിലാണ് സമാപന ചടങ്ങ്. അപ്പോൾ അന്ന് ഒരു 10-15 ടീം എടുക്കും. നമ്മളിപ്പോൾ ഇറങ്ങിയാൽ ഒരു 3 ദിവസം നമ്മൾ ഈ പുലി ഇറങ്ങും. നമ്മളെ ഇത് പുലിയാണ്. ചുവടുകൾക്കൊപ്പം വാദ്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. മറ്റു ജില്ലകളിൽ ചെണ്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഡ്രംസാണ്. 9 ദിവസവും വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളിലും പുലികളി നടക്കാറുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.